നമസ്കാരം. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 15 ശനിയാഴ്ചയാണ്. മിഥുനം 1-ാം തീയതി. കുവൈത്ത് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് നാട് അന്ത്യാഞ്ജലി അർപ്പിച്ചു. 4 പേരുടെ സംസ്കാരം ഇന്നുണ്ടാകും. മറ്റൊരു പ്രധാന വാർത്ത, 4-ാം കേരള സഭ ഇന്ന് സമാപിക്കുമെന്നതാണ്. G7 ഉച്ചകോടിയിൽ ലോക നേതാക്കളുമായി ചർച്ചകൾ നടത്തി. പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. ഇതുൾപ്പെടെ നിരവധി വാർത്തകളുള്ള ദിവസമാണ്. വാർത്താ പ്രഭാതം തുടങ്ങുകയാണ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവരിൽ 4 പേരുടെ സംസ്കാരം ഇന്ന് നടക്കും. കണ്ണൂർ കുറുവ സ്വദേശി കെ അനീഷ് കുമാറിന്റെ മൃതദേഹം രാവിലെ 11 മണിക്ക് പയ്യാമ്പലത്താണ് സംസ്കാര ചടങ്ങ്. പത്തനംതിട്ട പന്തളം മുടിയോർക്കോണം സ്വദേശി ആകാശ് ശശിധരന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2 മണിക്ക്. രാവിലെ 11 മണി മുതൽ വീട്ടിൽ നടക്കുന്ന പൊതുദർശനത്തിന് ശേഷമാകും ചടങ്ങുകൾ. പുനലൂർ സ്വദേശി സാജന്റെയും വെളിച്ചിൽക്കാല സ്വദേശി ലൂക്കോസിന്റെയും സംസ്കാരവും ഇന്ന് നടക്കും. അരുൺരാജ് ചേരുന്നുണ്ട് കൊല്ലത്തു നിന്ന് വിവരങ്ങളുമായി. അരുൺ, അവിടെ എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്? കൊല്ലം ജില്ലയിൽ നമുക്കറിയാം, ജില്ലയ്ക്കാകമാനം ഒരു നഷ്ടം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് അതിനെ കാണേണ്ടത്. ഇന്നലെ അവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയ മൃതദേഹങ്ങൾ സ്വീകരിക്കുന്നു. അതിനുശേഷമുണ്ടായ ചടങ്ങുകളിലെല്ലാം തന്നെ ദുഃഖം ഉറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ പിന്നെ സ്വന്തം ബന്ധുക്കളുടെ, ഉറ്റവരുടെ വേദന അത് താങ്ങാൻ കഴിയില്ല, നമുക്കറിയാം. ഏറ്റവും പുതുതായി നമുക്ക് പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം എന്താണ് അരുൺ? സ്മിത, ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആ നിമിഷം തുടങ്ങിയ, അല്ലെങ്കിൽ അവരെ ഈ ബന്ധുക്കളെ അടക്കം കാണാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന മുഖത്തുള്ള വേദന, ആ നാടിൻ്റെ വേദനയെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ആ വിങ്ങലും ആ തേങ്ങലും എല്ലാം ഇപ്പോഴും എല്ലായിടവും തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് ബന്ധുക്കളുടെ മാത്രമായി ഒതുങ്ങുന്നില്ല. ഒരു പൊതുസമൂഹത്തിൻ്റെ ആകമാനം വേദനയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നാം ഇന്നലെ അടക്കം കണ്ടത്. ഇന്ന് കൊല്ലം ജില്ലയിൽ 2 പേരുടെ സംസ്കാര ശുശ്രൂഷകളാണ് നടക്കുന്നത്. ഒന്ന് കൊല്ലം ആദിച്ചനല്ലൂർ വിളച്ചിക്കാല സ്വദേശി ലൂക്കോസ് വിയോ. അദ്ദേഹം കഴിഞ്ഞ ഒരു 15 വർഷത്തിലധികമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ്. കഴിഞ്ഞ മാസമാണ് സ്വാഭാവികമായി അദ്ദേഹം നാട്ടിലേക്ക് വരേണ്ടത്. പക്ഷേ മകൾക്ക് +2-ന് 6A+ കിട്ടുകയും ഒരു മറ്റൊരു കോഴ്സിന് അഡ്മിഷൻ അടക്കമുള്ള എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കഴിഞ്ഞ മാസം വരേണ്ട തീയതി മാറ്റി ഈ മാസം ഒടുവിൽ തന്നെ വരാൻ തീരുമാനമെടുക്കുകയും ചെയ്തത്. പക്ഷേ ഇതിനിടയിലാണ് നിലച്ചിരിക്കാത്ത ദുരന്തം അദ്ദേഹത്തെ തേടിയെത്തുകയും ആ കുടുംബത്തെ തേടിയെത്തുകയും ചെയ്തത്. ലൂക്കോസിന്റെ മൃതദേഹം ഇന്നലെ തന്നെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ആ മൃതദേഹം ഇന്ന് 12 മണിക്ക് ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയുടെ ഫെയ്ത്ത് ഹോമിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുക. 12:30-യോടെ ചടങ്ങ് പൂർത്തിയായി സംസ്കരിക്കും അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കും എന്നുള്ളതാണ് നിലവിൽ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഈ പുനലൂർ സ്വദേശി സാജൻ ജോർജിൻ്റെയാണ്. സാജൻ ജോർജിൻ്റെയും 12 മണിയോടെ നെരിക്കൽ പള്ളിയിലാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അതും 12 മണിയോടെ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കി അതിൻ്റെ സംസ്കാര ശുശ്രൂഷകളിലേക്ക് കടക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഓരോരുടെയും മരണം അത് വ്യക്തിപരമായി കൂടി നമുക്ക് ഉള്ളിൽ വേദന ഉണ്ടാക്കുന്നതും ഉള്ളിനെ ഉലയ്ക്കുന്നതുമാണ്. കാരണം ഇന്നലത്തെ ഒരു മുഖം അത് ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്. ഒന്ന് ഈ കൊല്ലം സ്വദേശി സുമേഷിൻ്റെ മകളുടെയാണ്, അവനിക. ആ 7 വയസ്സുകാരുടെ ചില ചോദ്യങ്ങളും, എന്തിനാണ് ഈ മാമന്മാർ ക്യാമറയുമായി വന്നത്, മന്ത്രിമാരെത്തുന്നത്, പോലീസ് ഉദ്യോഗസ്ഥർ ഈ വീട്ടിലേക്ക് വരുന്നത് എന്ന് ആ കുട്ടി വളരെ ആകാംക്ഷയോടെ, അല്ലെങ്കിൽ എന്തെന്നറിയാത്തൊരു ജിജ്ഞാസയോടെ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ എല്ലാം മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. ആ കുട്ടിയുടെ മുഖം ഇപ്പോഴും മാറുന്നില്ല. അങ്ങനെ ഒട്ടനവധി മുഖങ്ങൾ സംസ്ഥാനത്തെമ്പാടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. പക്ഷേ ആ മുഖങ്ങൾ എങ്ങനെയാണ് ഇനി മാറ്റപ്പെടേണ്ടത്, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ ഇനി എങ്ങനെ ഉണ്ടാകും, പുതിയ പ്രതീക്ഷകൾ? ഇത്രത്തോളം ജീവനുകൾ നഷ്ടപ്പെട്ടു, അവരുടെ എല്ലാം പ്രതീക്ഷയും താങ്ങും തണലുമൊക്കെയായിരുന്നു ഈ ഇപ്പോൾ ചേതനയേറ്റ ശരീരമായി ഒടുവിൽ ഈ വീട്ടുകളിലേക്ക് അടക്കം എത്തിച്ചേർന്നത്. അതിനെ ഇനി ആ കുടുംബങ്ങൾ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് കാണേണ്ടത്. കാരണം അതിനെ എങ്ങനെ മറികടന്നാലും അത് അവരെ സംബന്ധിച്ച് എക്കാലവും നമ്മൾ മാധ്യമപ്രവർത്തകർ അടക്കം നേരിടുന്ന ഒരു പ്രശ്നമാണിത്. ഈ ദുരന്ത വാർത്ത അറിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോരുത്തരും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴെല്ലാം ഈ സ്വപ്നം മുഴുവനും പൊലിഞ്ഞുപോയ മനുഷ്യരുടെ നിസ്സഹായതയുടെയും അവരുടെ സങ്കടക്കടലിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത്. അരുൺരാജ് പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത, അവരുടെ ചോദ്യങ്ങളെല്ലാം തന്നെ വല്ലാതെ ഹൃദയഭേദകമാണ്. AV ജയശങ്കർ കൂടി നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ജയശങ്കർ, ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്?
അതായത് പുനലൂർ സ്വദേശി സാജന്റെ വീടിന് സമീപമാണ് നമ്മളുള്ളത്. സാജന്റെ ശവസംസ്കാരം ഇന്ന് നടക്കും. 10:30 മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം 1 മണിക്കൂറോളം വീട്ടിൽ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വേണ്ടി പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം ഉടൻ തന്നെ നരിക്കൽ മാർത്തോമ പള്ളിയിൽ വെച്ചാണ് അടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. കഴിഞ്ഞ ദിവസം സഹോദരി ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ സഹോദരിയെ കാണിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഇന്നലെ രാത്രിയോടുകൂടി ആണ് സഹോദരി തിരിച്ചെത്തിയത്. ഈ വീടിൻ്റെ ഒരവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം ഒരു മാസം മുമ്പാണ് സാജൻ വിദേശത്തേക്ക് പോകുന്നത്. നാട്ടിൽ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു നീണ്ട കാലം. ഇതിനിടയിലാണ് ഒരു കരിയർ മാറ്റത്തിൻ്റെ ഭാഗമായി വിദേശത്തേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറായി പോകുന്നു. ഉയർന്ന സാലറി, വലിയ സ്വപ്നങ്ങൾ, അങ്ങനെയാണ് സാജൻ വിദേശത്തെത്തുന്നത്. ആദ്യ ശമ്പളം ഈ അപകടത്തിന് 2 ദിവസം മുമ്പാണ് വീട്ടിലേക്ക് അയക്കുന്നത്. അത്തരത്തിൽ വീടുമായി വളരെ അടുപ്പമുള്ള, വളരെയധികം വൈകാരിക ബന്ധമുള്ള ഒരു വ്യക്തി, ഇവരുടെ ഏക മകൻ, ഒരു മകനുമാണുള്ളതിൽ. അതിൽ പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ട ഒരു വേദനയാണ് അവർക്കുള്ളത്. കാരണം അവർ കഴിഞ്ഞ ദിവസമാണ് ഈ ശമ്പളം കൈപ്പറ്റുന്നത്. അത്തരത്തിൽ അടുത്ത വർഷം ലീവിന് വരുമ്പോൾ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ കുടുംബം തയ്യാറായിരുന്നു. ഒരു ഘട്ടത്തിലാണ് മരണം അവിചാരിതമായി ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ഈ അമ്മ ആദ്യ ദിവസം, നമ്മൾ ചെല്ലുന്ന ദിവസമൊക്കെ വലിയ തോതിൽ കണ്ണീരോടുകൂടി എങ്ങനെ നമുക്ക് ആശ്വസിപ്പിക്കണം എന്നറിയാത്ത രീതിയിൽ അവിടെ പൊട്ടിക്കരയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കേരളം മുഴുവൻ ഇത്തരത്തിൽ കേരളത്തിലെ പല വീടുകളിലും വലിയ കണ്ണീരാണ് ഉണ്ടായത്. ഇതെങ്ങനെ തീർക്കാം, നമുക്ക് എന്ത് ഇവരോട് പറയാമെന്നൊരു വലിയ ചോദ്യം നമുക്ക് മുമ്പിലുണ്ട്. എന്തായാലും പല ദുരന്തങ്ങൾ നമ്മൾ അതിജീവിച്ചവരാണ്, പലതിനെയും മറികടന്നവരാണ്. ഇതും നമ്മൾ അതിജീവിക്കുമെന്ന് മാത്രമാണ് ഇതേക്കുറിച്ച് പറയാൻ സാധിക്കുക. എന്തായാലും സാജൻ്റെ നാട്ടിൽ സംബന്ധിച്ച് സാജൻ്റെ വീടിനും പരിസരമുള്ളവരെല്ലാം തന്നെ അടുത്ത ബന്ധുക്കളാണ്. അവിടെ വളരെ അടുത്ത നാടുമായി വലിയ ബന്ധം സൂക്ഷിച്ചൊരു വ്യക്തിയാണ് സാജൻ. വളരെ ചെറിയ പ്രായമാണ്, ഒരു വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദേശത്തേക്ക് പോയ വ്യക്തിയാണ്. പൊടുന്നനെ മൃതശരീരമായി വീട്ടിലേക്ക് എത്തുമ്പോൾ അതവരെ സംബന്ധിച്ച് താങ്ങാവുന്നതിലും അധികം വിഷം സമ്മാനിക്കുന്ന ഒന്നാണ്. പിതാവൊക്കെ കരയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. സാജന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ പൂർത്തിയാക്കുമെന്നാണ് കുടുംബം പറയുന്നത്. ചിരിച്ചും കളിച്ചും യാത്ര പറഞ്ഞ് തിരികെ എത്താം എന്ന് പറഞ്ഞ് മടങ്ങിയവരാണ്. ചേതനയറ്റ മൃതദേഹമാണ് തിരിച്ചെത്തിയത്. കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം കഴിഞ്ഞാലും വളരെ ഹൃദയഭേദകമായ സങ്കടക്കടലിലൂടെ അവർ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നു. ശ്രീജിത്ത്, പറയൂ, എവിടെയാണ് നിൽക്കുന്നത്, വിവരങ്ങൾ? പന്തളത്ത് ആണ് ഉള്ളത്. എന്തായാലും പന്തളത്ത് ആകാശിന്റെ വീട്ടിൽ അല്പസമയത്തിനകം തന്നെ നമുക്ക് എത്തിച്ചേരാനാകും. അവിടെ മൃതദേഹം എന്തായാലും എത്തിച്ചിട്ടില്ല. ബന്ധുക്കൾ അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. പന്തളം മുടിയൂർക്കോണത്തെ വീട്ടിൽ രാവിലെ ഒരു 11 മണിയോടുകൂടി മാത്രമേ മൃതദേഹം എത്തിക്കുകയുള്ളൂ. എന്തായാലും 8 മണിയോടുകൂടി, ഇന്നലെ തീരുമാനിച്ചത് ഉച്ചയോടുകൂടി 8 മണിയോടുകൂടി മൃതദേഹം വീട്ടിലെത്തിച്ച് പൊതുദർശനം വന്നായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് 2 മണിക്ക് സംസ്കാരം വന്നു. പക്ഷേ ആ മൃതശരീരത്തിന്റെ അവസ്ഥ കുറച്ച് മോശമാണ് എന്ന് ബന്ധുക്കളും അതുപോലെ തന്നെ അവിടുത്തെ വാർഡ് കൗൺസിലറും ജനപ്രതിനിധികളുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അടക്കമുള്ള ജനപ്രതിനിധികളും മനസ്സിലാക്കുകയായിരുന്നു. അതിനുശേഷമാണ് 11 മണിയോടുകൂടി എംബാം ചെയ്ത ശരീരം പിന്നീട് കുറച്ച് സമയം മാത്രം പൊതുദർശനത്തിന് വെച്ചാൽ മതി എന്നൊരു തീരുമാനം എടുക്കുന്നത്. എന്തായാലും 11 മണിയോടുകൂടി മൃതദേഹം പന്തളത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ പൊതുദർശനം നടക്കുക. 2 മണിയോടുകൂടി വീട്ടുവളപ്പിൽ തന്നെ സംസ്കാരം നടത്താനാണ് പ്രാഥമികമായി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നത് ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെ PV മുരളീധരൻ നായരുടെ സംസ്കാരം പൂർത്തിയായിരുന്നു. പത്തനംതിട്ടയിൽ 6 പേരാണ് മരിച്ചത്. അതൊരാൾ പാണ്ടനാട് സ്വദേശിയായ മാത്യു തോമസ് ആണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹവും മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ചെങ്ങന്നൂരിലെ ലിസ്റ്റിൽ, അല്ലെങ്കിൽ ആലപ്പുഴയിലെ ആ ഒരു ലിസ്റ്റിലാണ് ആ ഒരു മരണം പെടുന്നത്. പക്ഷേ നിരണം സ്വദേശിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും മറ്റു മൃതദേഹങ്ങളെല്ലാം നാളെയും മറ്റന്നാളുമായാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുക. എന്തായാലും ആകാശിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അവസാനിക്കും. സ്മിത. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇന്ന് 4 പേരുടെ മൃതദേഹങ്ങളാണ് സംസ്കരിക്കുക. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, പറയൂ വിവരങ്ങൾ. സ്മിത, കുവൈറ്റ് അപകടത്തിൽ മരിച്ച കണ്ണൂർ കുറുവ കടലായി സ്വദേശി അനീഷ് കുമാറിന്റെ സംസ്കാരം ഇന്ന് 11 മണിക്ക് കണ്ണൂർ പയ്യാമ്പലം ശ്മശാനത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മൃതദേഹം നിലവിൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 8 മണിയോടുകൂടി മൃതദേഹം ഇവിടെ നിന്ന്
കുറുവയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കുറുവയിൽ പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ പൊതുവായി ഒരുക്കിയിട്ടുള്ള വേദിയിൽ പൊതുദർശനമുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ പൊതുദർശനം പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും സംസ്കാരത്തിനായി പയ്യാമ്പലത്തെ പൊതു ശ്മശാനത്തിലേക്ക് കൊണ്ടുവരിക. 25 വർഷത്തിലേറെ പ്രവാസ ജീവിതം നയിക്കുകയായിരുന്നു അനീഷ് കുമാർ. കഴിഞ്ഞ 11 വർഷമായി കുവൈറ്റിലുമാണ്. ഈ ഒരു തവണ കൂടി യാത്ര ചെയ്തതിനു ശേഷം തിരികെ എത്തുമ്പോൾ പ്രവാസ ജീവിതം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു അനീഷ് കുമാർ. ഇക്കാര്യമൊക്കെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ഒക്കെ തീരുമാനം പങ്കുവച്ചിരുന്നു. അങ്ങനെ ഒരു തവണ കൂടി പോയി വരാമെന്ന തീരുമാനത്തിലാണ് കുവൈറ്റിലേക്ക് വീണ്ടും എത്തിയത്. പക്ഷെ അത് ദുരന്തത്തിലേക്കായിരുന്നു എന്താണ് അങ്ങേയറ്റം ഖേദകരമായ കാര്യം. ആദ്യഘട്ടത്തിൽ ഈ മൃതദേഹം കുവൈറ്റിൽ നിന്ന് എത്തിച്ചെങ്കിലും കുടുംബാംഗങ്ങളിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അതായത് മക്കളെ അടക്കം പലരെയും ഈ മരണവിവരം വളരെ വൈകി മാത്രമാണ് അറിയിച്ചത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. ഏതായാലും അങ്ങേയറ്റം വൈകാരികമായ ഒരു യാത്രയിലാണ്. 8 മണിയോടുകൂടി മൃതദേഹം കണ്ണൂർ ടൗണിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം കുറുവയിലെ വീട്ടിലേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും മറ്റു ചടങ്ങുകൾ നടക്കുക. ശരി സജോ, കണ്ണൂരിൽ നിന്ന് സജോ ദേവസിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എത്രയെത്ര കുടുംബങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ് ഇതോടെ തകർന്നു പോയത്. 4 പേരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിക്കുക. അതിനുള്ള ചടങ്ങുകളും 11 മണിയോടുകൂടി ചടങ്ങുകൾ, അതിനുശേഷം 2 മണിക്ക് മൃതദേഹം സംസ്കരിക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കുവൈറ്റ് തീപിടുത്തത്തിൽ പരുക്കേറ്റ 25 ഇന്ത്യക്കാർ ഇപ്പോഴും ചികിത്സയിലാണ്. ഇതിൽ 14 പേർ മലയാളികളാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. കുവൈറ്റിലെ മഗഫിലുണ്ടായ അപകടത്തെ തുടർന്ന് രാജ്യത്തെ കെട്ടിടങ്ങളിലെ സുരക്ഷാ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 10 മാസത്തിനിടെ ക്രമക്കേട് കണ്ടെത്തിയ 568 കെട്ടിടങ്ങളിലെ ബേസ്മെന്റുകൾ അടച്ചു പൂട്ടിച്ചതായി മുനിസിപ്പാലിറ്റി അറിയിച്ചു. കുവൈറ്റിലെ കെട്ടിടങ്ങളിലെ നിയമലംഘനം പൊതുജനങ്ങൾക്ക് വിളിച്ചറിയിക്കാൻ ഹോട്ട്ലൈൻ തുടങ്ങുമെന്ന് കുവൈറ്റ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റിൽ കെട്ടിടങ്ങളിലെ സുരക്ഷാ പരിശോധന പുരോഗമിക്കുകയാണ്. പൊതുമരാമത്ത് മന്ത്രിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെയും നിരവധി കെട്ടിടങ്ങളിൽ സംഘം പരിശോധന നടത്തിയിരുന്നു. ഇന്നും പരിശോധന തുടരുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. അൽ മംഗഫ്, അൽ മഹബൂല, ഖൈത്താൻ, ജിലീബ് അൽ ഷിയൂഖ് എന്നിവിടങ്ങളിലാണ് ഇന്നലെ പരിശോധന നടത്തിയത്. 189 കെട്ടിടങ്ങളിലെ ബേസ്മെന്റുകളിൽ അനധികൃതമായി താമസിപ്പിച്ചവരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഗുരുതര ലംഘനം നടത്തിയ ഒരു കെട്ടിടത്തിലേക്കുള്ള വൈദ്യുത ബന്ധം ഉൾപ്പെടെ വിച്ഛേദിക്കാൻ ഉത്തരവിട്ടതായും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 10 മാസങ്ങൾക്കിടെ രാജ്യത്തെ 568 കെട്ടിടങ്ങളിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയതായാണ് മുനിസിപ്പാലിറ്റി അറിയിക്കുന്നത്. തീപിടുത്ത ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുനിസിപ്പാലിറ്റി കണക്കുകൾ പുറത്തുവിട്ടത്. അതേസമയം കുവൈത്തിലെ കെട്ടിടങ്ങളിലെ നിയമലംഘനം പൊതുജനങ്ങൾക്ക് വിളിച്ചറിയിക്കാനായി ഹോട്ട്ലൈൻ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബ അറിയിച്ചു. അപകടത്തെ തുടർന്ന് മംഗഫ് പ്രദേശം സ്ഥിതി ചെയ്യുന്ന അൽ അഹമ്മദിയ ഗവർണറേറ്റിലെ ഗവർണറെ കുവൈത്ത് അമീർ മാറ്റിയിട്ടുണ്ട്. അതേസമയം അപകടത്തിൽ മരണപ്പെട്ട മലയാളികൾ ഉൾപ്പെടെ 45 ആളുകളുടെ മൃതദേഹം ഇന്ത്യയിലെത്തിച്ചു. ഇന്ത്യൻ സർക്കാരിന്റെയും കുവൈറ്റ് സർക്കാരിന്റെയും കൃത്യമായ ഇടപെടലാണ് വിഷയത്തിൽ നടപടിക്രമങ്ങൾ അതിവേഗത്തിലാക്കിയത്. ഇന്നലെ ഉച്ചയോടെ കുവൈറ്റിലെത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും ഇന്ത്യൻ അംബാസിഡറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്. 24 കുവൈറ്റ്. ഇനി മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണ്. G7 ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങി. ഇറ്റലിയിലെത്തിയ മോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, US പ്രസിഡന്റ് ജോ ബൈഡൻ, ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നിവരുമായി ചർച്ചകൾ നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാർപ്പാപ്പയെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. സാങ്കേതികവിദ്യയിലെ കുത്തക അവസാനിപ്പിക്കണമെന്ന് G7 യോഗത്തിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. സാങ്കേതികവിദ്യ ക്രിയാത്മകമായി ഉപയോഗിക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു. ഇന്ന് അറഫ സംഗമം. ഹജ്ജിനെത്തിയ എല്ലാ തീർത്ഥാടകരും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അറഫയിൽ സംഗമിക്കും. ഇന്ന് രാത്രി മുസ്ദലിഫയിൽ തങ്ങുന്ന തീർത്ഥാടകർ നാളെ രാവിലെ മിനായിൽ തിരിച്ചെത്തും. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് തീർത്ഥാടകർ. ഇന്നുച്ചയോടെ 20 ലക്ഷത്തിലധികം വരുന്ന തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. ഹജ്ജിനെത്തിയ എല്ലാ തീർത്ഥാടകരും ഒരേ സമയം അനുഷ്ഠിക്കുന്ന ഏക കർമ്മം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് അള്ളാഹു ഉറപ്പു നൽകിയ കർമ്മം. ഇങ്ങനെ നിരവധി പ്രത്യേകതകൾ അറഫ സംഗമത്തിനുണ്ട്. മിനായിൽ നിന്നും ഏതാണ്ട് 15 കിലോമീറ്റർ അകലെയുള്ള അറഫയിലേക്ക് ബസ്സുകളിലും മെട്രോയിലുമൊക്കെയാണ് തീർത്ഥാടകർ പോകുന്നത്. അറഫയിലെ മസ്ജിദ് നമറയിൽ ഇന്ന് നടക്കുന്ന നമസ്കാരത്തിനും ഖുത്ബക്കും ഹറം ഇമാം ഷെയ്ഖ് മാഹിർ അൽ മോയക്കലി നേതൃത്വം നൽകും.
പ്രവാചകൻ തന്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയ ജബലുർ റഹ്മ എന്ന മല തീർത്ഥാടകരെ കൊണ്ട് നിറയും. മക്കയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന തീർത്ഥാടകരെ ആംബുലൻസുകളിൽ അറഫയിലെത്തിക്കും. അറഫയാണ് ഹജ്ജ് എന്ന പ്രവാചക വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഹജ്ജിനെത്തിയ എല്ലാ തീർത്ഥാടകരെയും ഇന്ന് അറഫയിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ സൗദി ഭരണകൂടം ചെയ്തിട്ടുണ്ട്. ഇന്ന് പകൽ മുഴുവൻ അറഫയിൽ പാപമോചന പ്രാർത്ഥനകളിലും മറ്റും ഒഴുകുന്ന തീർത്ഥാടകർ സൂര്യൻ അസ്തമിച്ച ശേഷം 15 കിലോമീറ്റർ അകലെയുള്ള മുസ്ദലിഫയിലേക്ക് നീങ്ങും. മുസ്ദലിഫയിലെ തുറന്ന മൈതാനത്താണ് ഇന്ന് രാത്രി തീർത്ഥാടകർ കഴിയുക. മിനായിലെ ജംറകളിൽ എറിയാനുള്ള കല്ലുകൾ മുസ്ദലിഫയിൽ നിന്ന് ശേഖരിക്കും. നാളെ രാവിലെ മിനായിൽ തിരിച്ചെത്തി ഹാജിമാർ ജംറകളിൽ കല്ലേർ കർമ്മം ആരംഭിക്കും. ബലിപെരുന്നാൾ ദിവസമായ നാളെയാണ് ഹജ്ജ് തീർത്ഥാടകർക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ളത്. മിനായിൽ നിന്നും ജലീൽ കണമകലം, 24. 4ാം ലോക കേരള സഭയ്ക്ക് ഇന്ന് സമാപനം. വൈകിട്ട് ചർച്ചകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും. തുടർന്ന് സഭയുടെ സമാപന സമ്മേളനം നടക്കും. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 3 ദിവസം നടക്കേണ്ട ലോക കേരള സഭ 1.5 ദിവസമായി വെട്ടിച്ചുരുക്കിയിരുന്നു. വിവിധ സെഷനുകളിലായി മേഖലാടിസ്ഥാനത്തിലാണ് ചർച്ചകൾ നടന്നത്. മലയാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ കുടിയേറ്റം ഉറപ്പുവരുത്തുന്നതിനും വിദേശ റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴി നടക്കുന്ന തട്ടിപ്പുകൾ തടയുന്നതും സംബന്ധിച്ചായിരുന്നു ഇന്നലെ ലോക കേരള സഭയിലെ പ്രധാന ചർച്ച. യൂറോ കപ്പ് ഫുട്ബോളിൽ ഇന്ന് സ്പെയിൻ ക്രൊയേഷ്യ സൂപ്പർ പോരാട്ടം. രാത്രി 9:30-ക്കാണ് മത്സരം. രാത്രി 12:30-ക്ക് നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി അൽബേനിയയെ നേരിടും. 3 തവണ യൂറോ കപ്പ് നേടിയിട്ടുള്ള സ്പെയിൻ, നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി, സമീപകാലത്ത് നടന്ന ടൂർണമെന്റുകളിലെല്ലാം മിന്നും പ്രകടനം നടത്തിയ ക്രൊയേഷ്യ, ആരെയും അട്ടിമറിക്കാൻ പോകുന്ന അൽബേനിയ. യൂറോ കപ്പിലെ ഇത്തവണത്തെ മരണപ്പോരാട്ടങ്ങളുടെ ഇടം ഗ്രൂപ്പ് ബി ആണ്. അതിന് തുടക്കമിടുന്നത് രാത്രി 9:30-ക്ക് ബെർലിനിൽ നടക്കുന്ന സ്പെയിൻ ക്രൊയേഷ്യ മത്സരത്തോടെ. കഴിഞ്ഞ യൂറോ കപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ഇരു ടീമും മുഖാമുഖം വന്നപ്പോൾ കണ്ടത് ത്രില്ലർ പോരാട്ടം. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ 3-നെതിരെ 5 ഗോളിനായിരുന്നു സ്പെയിന്റെ ജയം. യുഎഫ നേഷൻസ് ലീഗിന്റെ ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ക്രോട്ടുകളെ കീഴടക്കി കിരീടം നേടിയതും സ്പാനിഷുകാർ. പെഡ്രിയും ലാമിനെ യമാലും ഉൾപ്പെടുന്ന യുവതാരങ്ങളുടെ ചോരത്തിളപ്പിലാണ് സ്പെയിന്റെ പ്രതീക്ഷ. ലൂക്ക മോഡ്രിച്ച് നയിക്കുന്ന സുവർണ തലമുറയിൽ വിശ്വാസമർപ്പിച്ച ക്രോട്ടുകളും കളത്തിലെത്തും. നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി രാത്രി 12:30-ക്ക് അൽബേനിയയെ നേരിടും. കഴിഞ്ഞ യൂറോ കപ്പിന് ശേഷം പതറിപ്പോയ ഇറ്റലി തിരിച്ചുവരവിന്റെ പാതയിലാണ്. വൈകിട്ട് 6-ന് ഗ്രൂപ്പ് എയിലെ മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡ് ഹംഗറിയെയും നേരിടും. സ്പോർട്സ് ഡെസ്ക്, 24. ഇനി 2020 ലോകകപ്പ് വാർത്തകളിലേക്ക്. T20 ലോകകപ്പിൽ ഗ്രൂപ്പ് റൗണ്ടിൽ സമ്പൂർണ്ണ ജയം ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ ഇന്നിറങ്ങും. രാത്രി 8 മണിക്ക് ഫ്ലോറിഡയിൽ നടക്കുന്ന മത്സരത്തിൽ കാനഡയാണ് എതിരാളികൾ. ഇന്നെങ്കിലും സഞ്ജു സാംസണ് കളിക്കാൻ അവസരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. സൂപ്പർ 8 ഉറപ്പിച്ച ടീം ഇന്ത്യയുടെ ഇനിയുള്ള ലക്ഷ്യം സമ്പൂർണ്ണ ജയത്തോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുക. 2ാം റൗണ്ടിന് മുമ്പ് പരീക്ഷണങ്ങൾ നടത്താനുള്ള അവസരം കൂടിയാണ് കാനഡയ്ക്കെതിരായ ഈ മത്സരം. ലോ സ്കോറുകൾ കണ്ട ന്യൂയോർക്കിലെ പിച്ചിൽ നിന്ന് ഫ്ലോറിഡയിലെത്തുമ്പോൾ ബാറ്റർമാർക്കും ആശിക്കാൻ വകയുണ്ട്. ഫ്ലോറിഡയിലെ ആവറേജ് ടീം ടോട്ടൽ 160 കഴിഞ്ഞ 3 കളിയിലും ഒരേ ടീമുമായി ഇറങ്ങിയ ഇന്ത്യ ഇന്ന് എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നതിലാണ് ആകാംക്ഷ. വിരാട് കോഹ്ലിയെ ഓപ്പണറാക്കിയുള്ള പരീക്ഷണം തുടരുമോ എന്ന് കണ്ടറിയണം. 1-4-0 എന്നിങ്ങനെയാണ് IPL-ൽ 708 റൺസ് അടിച്ച ഓറഞ്ച് ക്യാപ്പ് നേടിയ കോഹ്ലിയുടെ ഈ ലോകകപ്പിലെ സ്കോറുകൾ. കോഹ്ലിയെ തന്റെ ഇഷ്ട പൊസിഷനായ 3ാം നമ്പറിലേക്ക് ഇറക്കി സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായ യശസ്വി ജയ്സ്വാളിനെ മടക്കിക്കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ശിവം ദുബെയെ മാറ്റി സഞ്ജുവിന് അവസരം കൊടുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ജഡേജയെ മാറ്റി കുൽദീപിനെ ടീമിലെടുക്കണമെന്ന് പറയുന്നവരും ഏറെ. സ്പോർട്സ് ഡെസ്ക്, 24. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. കണ്ണൂർ ന്യൂമാഹി ചാലക്കരയിലെ ബോംബേറിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. BJP പ്രവർത്തകന്റെ വീടിനു നേരെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബോംബേർ ഉണ്ടായത്. സ്റ്റീൽ ബോംബ് എറിഞ്ഞ CPIM പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബോംബേറിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സജോ ദേവസ്യ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സജോ, എന്താണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്? ആരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്.
BJP പ്രവർത്തകൻ മാണിയൂരിലെ BJP പ്രവർത്തകർ, അതായത് ന്യൂമാഹി ചാലക്കരയിലെ BJP പ്രവർത്തകനായ സനൂപിൻ്റെ വീടിന് നേരെയാണ് സ്റ്റീൽ ബോംബേർ ഉണ്ടായത്. കാര്യമായ പരിക്കേറ്റില്ലെങ്കിലും വീടിനടക്കം വസ്തുവകകൾക്കൊക്കെ നാശനഷ്ടം ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു ഞായറാഴ്ച ഒരു 6:45 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് രാത്രി ആയിട്ടില്ല. ആ സമയത്ത് തന്നെ ഒരു CPIM പ്രവർത്തകൻ, ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, ആ ഘട്ടത്തിൽ ഒരു കോട്ടൊക്കെ ധരിച്ച് എത്തി ബോംബ് എറിയുന്നതിൻ്റെയാണ് ഈ ദൃശ്യങ്ങൾ. അതിൽ ന്യൂമാഹി പോലീസിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ CPIM പ്രവർത്തകനാണ്. മാഹി ചാലക്കരയിലെ കുഞ്ഞിപ്പറമ്പത്ത് വീട്ടിൽ അരുൺ എന്നയാളാണ്. CPIM അനുഭാവിയാണ്. അവിടെയും തിരഞ്ഞെടുപ്പ് ഫലം ഒക്കെ പുറത്തു വന്നതിന് പിന്നാലെ വലിയ തോതിൽ ചില തിരഞ്ഞെടുപ്പ് ഫലം, അതിന് പിന്നാലെയുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ, അങ്ങനെ അതുമായൊക്കെ ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെ പല കേന്ദ്രങ്ങളിൽ ന്യൂമാഹിയോട് ചേർന്ന, ഒപ്പം ചാലക്കരയോട് ചേർന്ന പ്രദേശങ്ങളിൽ, മാണിയൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നടന്നിരുന്നു. അതിൻ്റെ കൂടി തുടർച്ചയാണ് ചില CPIM പ്രവർത്തകർക്ക് നേരെ BJP പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. CPIM പ്രവർത്തകർക്ക് അങ്ങനെയുള്ള സംഘർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുടർച്ചയായി അരങ്ങേറിയിരുന്നു. അതിൻ്റെ തുടർച്ചയായി കൂടിയാണ് ഈ ബോംബേർ അടക്കം ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിലാണ് പിന്നാലെ ഇയാളെ തിരിച്ചറിയുകയും ആരാണ് ബോംബ് എറിഞ്ഞത് എന്ന് തിരിച്ചറിയുകയും അരുണിനെ ന്യൂമാഹി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു എന്നതാണ്. പക്ഷേ ദൃശ്യങ്ങൾ സ്വാഭാവികമായും ഞെട്ടിപ്പിക്കുന്നതാണ്. ബോംബേർ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് തർക്കങ്ങൾ, രാഷ്ട്രീയ തർക്കങ്ങൾ, സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന വേളയിൽ ബോംബേറിലേക്കും കൂടുതൽ കടുത്ത ആക്രമണങ്ങളിലേക്കും ഒക്കെ പോകുന്ന സാഹചര്യം പലപ്പോഴും കണ്ണൂരിൽ ഉണ്ടാകാറുണ്ട്. അത്തരമൊരു എപ്പിസോഡ് കൂടിയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അത് ഈ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള ആഘോഷ പ്രകടനങ്ങളുടെ തുടർച്ച കൂടിയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ അത് സ്വാഭാവികമായും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇവിടെ മാത്രമല്ല, മറ്റൊരു സ്ഥലത്തും ബോംബേർ കണ്ണൂരിൽ തന്നെ ഇതേ ദിവസങ്ങളിൽ തന്നെ, അതായത് കൂത്തുപറമ്പ് മേഖലയിലും സമാനമായ രീതിയിൽ ബോംബേർ ഇതേ ദിവസങ്ങളിൽ തന്നെ അരങ്ങേറുകയും ചെയ്തിട്ടുണ്ട്. സംഘർഷവും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു ദൃശ്യമാണ് പുറത്തു വന്നത്. അത് അങ്ങനെ ബോംബ് എറിയണം എന്ന് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ നേരത്തെ പലതവണയും പുറത്തു വന്നതാണ്. സ്റ്റോക്ക് ഉണ്ടാകും ബോംബുകൾ, അത് സ്റ്റീൽ ബോംബുകളായും മറ്റ് നാടൻ ബോംബുകളായും ഒക്കെ സ്റ്റോക്ക് ഉണ്ടാകും. അതൊക്കെ എടുത്ത് ഈ രൂപത്തിൽ പ്രയോഗിക്കുന്നു എന്നതാണ് ഇതിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം. പ്രതി ഏതായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള അന്വേഷണം പുരോഗമിക്കുന്നതായും മറ്റ് സംഘർഷങ്ങളിലൊക്കെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതായുമാണ് ന്യൂമാഹി പോലീസ് അറിയിക്കുന്നത്. ശരി സജു. കണ്ണൂർ ന്യൂമാഹി ചാലക്കരയിലെ ബോംബേറിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഒരു CPIM പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് RSS മേധാവി മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ച നടത്തും. ഗോരഖ്പൂരിൽ വെച്ചാണ് കൂടിക്കാഴ്ച. RSSന്റെ തൊഴിലാളി വികസന സമ്മേളനത്തിൽ പങ്കെടുക്കാനായാണ് മോഹൻ ഭാഗവത് ഗോരഖ്പൂരിലെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ച കൂടിയാണിത്. ഉത്തർപ്രദേശിലെ BJPയുടെ ലോക്സഭാ ഫലത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തിയേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനു പിന്നാലെ നരേന്ദ്രമോദിക്കും BJP നേതൃത്വത്തിനുമെതിരെ പരോക്ഷ വിമർശനവുമായി മോഹൻ ഭാഗവത് രംഗത്ത് വന്നിരുന്നു. യഥാർത്ഥ സ്വയം സേവകൻ അഹങ്കാരിയാകില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മാന്യത പാലിക്കപ്പെട്ടില്ലെന്നും മോഹൻ ഭാഗവത് അഭിപ്രായപ്പെട്ടിരുന്നു. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും കേന്ദ്ര സർക്കാരിനോട് RSS മേധാവി ആവശ്യപ്പെട്ടിരുന്നു. മോഹിനിയാട്ടം കലാകാരൻ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ നൃത്താധ്യാപിക സത്യഭാമ ഇന്ന് കോടതിയിൽ ഹാജരായേക്കും. കേസ് പരിഗണിക്കുന്ന തിരുവനന്തപുരം SC/ST കോടതിയിൽ രാവിലെ 10:30 ഹാജരാകുമെന്നാണ് വിവരം. സത്യഭാമ ഒരാഴ്ചയ്ക്കുള്ളിൽ കേസ് പരിഗണിക്കുന്ന കോടതിയിൽ ഹാജരാകണമെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. യൂട്യൂബ് ചാനലിനു നൽകിയ അഭിമുഖത്തിലാണ് RLV രാമകൃഷ്ണനെതിരെ സത്യഭാമ ജാതി അധിക്ഷേപം നടത്തിയത്. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചേർത്താണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഗുണ്ട അതിക്രമങ്ങളും പോലീസിനെതിരായ വിമർശനങ്ങളും ചർച്ചയായിരിക്കെ DGPയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നത പോലീസ് യോഗം ചേരും. SP മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുക്കുക. സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്ത പ്രധാന കേസുകളുടെ അന്വേഷണ പുരോഗതി വിലയിരുത്തും. ഗുണ്ടാ വിരുദ്ധ പ്രവർത്തനങ്ങളും ചർച്ചയാകും. പോലീസ് ഗുണ്ടാ ബന്ധത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളും ചർച്ച ചെയ്യും. സൈബർ ക്രൈമുകൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികളും വിലയിരുത്തും. കോഴിക്കോട് ബീച്ചിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും നടത്തിയ പരിശോധനയിൽ 6 തട്ടുകടകൾക്കെതിരെ നടപടി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ A. സക്കീർ ഹുസൈൻ 24നോട് പറഞ്ഞു. കോഴിക്കോട് ബീച്ചിലെ 16 തട്ടുകടകളിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും പരിശോധന നടത്തിയത്. ഇതിൽ 6 കടകൾ തൽക്കാലത്തേക്ക് അടച്ചുപൂട്ടി പിഴ അടയ്ക്കാൻ നിർദ്ദേശം നൽകി.
പഴവർഗ്ഗങ്ങൾ കട്ട് ചെയ്ത് ഓപ്പണായി വെച്ച് വിൽക്കുന്നുവെന്നും അതിനകത്ത് ഈച്ചയും പൊടിപടലങ്ങളും പറ്റി ആ രോഗത്തിന് കാരണമാകുന്നു നമ്മൾ നേരത്തെ പരിശോധനയിൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള എല്ലാ കടകൾക്കും തന്നെ അത്തരത്തിൽ ഓപ്പൺ ചെയ്ത് വെച്ച് വിൽക്കരുത് എന്നുള്ള രീതിയിൽ നോട്ടീസ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൊടുത്തിരുന്നു. എന്നിരുന്നാലും ഭൂരിഭാഗം കടകളും അത് പാലിച്ചുവെങ്കിലും ചില കടകൾ പാലിക്കുന്നില്ല എന്നുള്ള പരാതി വരികയും വീണ്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പും അതുപോലെ തന്നെ കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗവും സംയുക്തമായി പരിശോധന നടത്തുകയാണ് ഇന്ന് ഉണ്ടായത്. തുറന്നുവെച്ച് വിൽപ്പന നടത്തിയവ നശിപ്പിക്കുകയും ചെയ്തു. നേരത്തെ നോട്ടീസ് നൽകിയ തട്ടുകടകളിലാണ് വീണ്ടും പരിശോധന നടത്തിയത്. 24 കോഴിക്കോട്. വയനാട് വെങ്ങപ്പള്ളി ചൂരിയാറ്റ തെക്കുന്തറ റോഡിന്റെ ദുരിതത്തിന് അറുതിയില്ല. മഴ പെയ്തതോടെ യാത്ര അത്യന്തം ക്ലേശകരമാണ്. നിരവധി തവണ പ്രതിഷേധിച്ചിട്ടും അധികൃതർ കണ്ണു തുറക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ക്വാറി നടത്തിപ്പുകാരുടെ സമ്മർദ്ദത്തിന് ഉദ്യോഗസ്ഥർ വഴങ്ങുന്നതാണ് നിർമ്മാണം വൈകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ചെറിയ രീതിയിലുള്ള മക്കളോ കുട്ടികളൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. രാവിലെ സ്കൂളിലേക്കും രാവിലെ കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. പ്രധാനമന്ത്രി സഡക് യോജനയിൽ ഉൾപ്പെടുത്തി 2023 നിർമ്മാണം പൂർത്തീകരിക്കേണ്ട പദ്ധതി 6 കിലോമീറ്റർ ദൂരത്തിലാണ് യാത്രാ ദുരിതം. അനവധി ആൾക്കാർ വീണിട്ട് കയ്യും കാലൊക്കെ ഒടിഞ്ഞ് ഇപ്പോൾ ഒരാൾ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന നട്ടെല്ല് പൊട്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്ത് കിടക്കാം. സത്യം പറഞ്ഞാൽ ഈ റോട്ടിലേക്ക് കയറാൻ തന്നെ വല്ലാത്തൊരു മടിയാണ്. ഒരാൾ സുഖമില്ലാണ്ടായി കിടന്നു ഒരു ഓട്ടോറിക്ഷ വരെ നമ്മളെ വീട്ടിലേക്ക് വരുന്നത് അവിടെ കിടന്ന് മരിക്കല്ലാണ്ട് യാതൊരു രക്ഷയില്ല. ഇവിടെ വലിയ വണ്ടികൾ ഭയങ്കര ലോഡും കെറ്റിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ല ജെർക്കിങ്ങും നല്ല വിള്ളലുകളും വീട്ടിൽ വരുന്നുണ്ട്. സ്കൂൾ കുട്ടികളൊക്കെ പോകുമ്പോൾ തന്നെ ഈ ഷൂ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കവറൊക്കെ ഇട്ടിട്ടാണ് രാവിലെ പോകുന്നത്. ക്വാറികളിൽ നിന്നുള്ള ലോഡുകളുമായി വൻ ലോറികൾ കടന്നു പോകുന്നു. റോഡരികിലുള്ള വീടുകൾ വീഴുന്നത് പതിവ്. ക്വാറി നടത്തിപ്പുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് റോഡ് നിർമ്മാണം തടസ്സപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ. 10 MT വണ്ടി പോകാനുള്ളൊരു സൗകര്യം മാത്രമേ ഉള്ളൂ. ഈ റോഡിൽ കൂടിയാണ് ഈ ക്വാറിയിലുള്ള വാഹനങ്ങൾ അധികവും പോകുന്നത്. അത് 40 MT വരെ ഉണ്ട് ഒരു വണ്ടി. അങ്ങനത്തെ 100-150 വണ്ടി പോകും. സഡക് യോജന സർവേ നടത്തിയ പ്രകാരം 10 ദിവസം കൂടുമ്പോൾ 160 വണ്ടിയേ പോകുന്നുള്ളൂ. പക്ഷെ പ്രൈവറ്റായിട്ട് ഞങ്ങൾ അതൊരു സർവേ നടത്തിയപ്പോൾ ഒരു ദിവസം 500 വണ്ടികളെങ്കിലും പോകുന്നുണ്ട്. ക്വാറിക്കാരോ ഉദ്യോഗസ്ഥന്മാരോ ഒത്തുകളിയാണ്. ഈ സംഗതിയിൽ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒരു വിലക്കെടുത്തിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ആരുമില്ല ചോദിക്കാൻ. എന്നാണ് ഈ ദുരിതക്കയത്തിൽ നിന്ന് ഇന്നാട്ടുകാർക്ക് മോചനമുണ്ടാവുക? മഴ പെയ്താൽ ചെളിക്കുളം, മഴയൊഴിഞ്ഞാൽ പൊടിപടലം. കണ്ണു തുറക്കുമോ അധികാരികൾ? മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു.